ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്കാണ്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്, പിന്നെ പ്ലം കേക്കിലേക്ക് വേണ്ടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സ്പൈസസിൻ്റെ പൊടിയാണിത്. പട്ടയും അതുപോലെ ഗ്രാമ്പൂ, ജാതിക്കായ, ഇത് പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയിൽ നിന്നും 1/2 ടീസ്പൂൺ പൊടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 2 പ്രാവശ്യമായിട്ട് നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കുമ്പോൾ പൊടിയെല്ലാം നന്നായി മിക്സ് ആയിട്ട് നന്നായിട്ട് തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ ആയാലും ബേക്കിംഗ് പൗഡർ ആയാലും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ നന്നായി മിക്സായി കിട്ടും. അങ്ങനെ 2 പ്രാവശ്യം അരിച്ച് വെച്ചിട്ടുള്ള പൊടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 3 മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് ഓയിൽ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ക്യാരറ്റ് ഇതുപോലെ ഒരു ക്യാരറ്റാണ്. ഇതൊരു റെഡിഷ് കളറായിട്ടുള്ള ഒരു ക്യാരറ്റാണ്. ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സാധാ ക്യാരറ്റ് എടുത്താലും മതി. എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുമ്പോൾ അങ്ങനെ കട്ടയൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ മിക്സ് റെഡിയായി. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതും 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ക്യാരറ്റ് കേക്കിന് കിട്ടുക. അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതായത് മൈദയുടെ മിക്സ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു ക്ലോക്ക് വൈസിൽ ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്ത് ഒന്ന് കട്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ പതിയെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് അതിൽ ചേർന്ന് കട്ടയൊന്നുമില്ലാതെ നമുക്ക് ബാറ്റർ കലക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള മൈദയുടെ മിക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒത്തിരി സ്പീഡിൽ ഇളക്കരുത്. ഞാനിപ്പോൾ ഇത് സ്പീഡ് കൂട്ടി കാണിച്ചു എന്നേ ഉള്ളൂ. വീഡിയോ സ്പീഡാക്കിയതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡായിട്ട് തോന്നുന്നത്. പക്ഷേ നമ്മൾ വളരെ പതിയെ മാത്രമേ ഇത് മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി. ഇനി ഇതുപോലെ ഒരു കേക്കിൻ്റെ ട്രേയിൽ കുറച്ച് ബട്ടറോ ഓയിലോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ട് ഒരു 6-7 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിലത്തെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലൊരു കടായിൽ സ്റ്റാൻഡിൻ്റെ മുകളിലോട്ട് നമ്മുടെ കേക്ക് ഒഴിച്ചിട്ടുള്ള ആ ഒരു കണ്ടെയ്നർ ഇറക്കി വയ്ക്കാം. എന്നിട്ട് മൂടി വെച്ച് അടച്ച് നമുക്കിതൊരു 35 തൊട്ട് 40 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയപ്പോഴേക്കും കേക്കൊക്കെ ഇങ്ങനെ പൊങ്ങി നല്ല ഭംഗിയുള്ളൊരു കളറായിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയാവും. ഇപ്പോൾ ഒരു 40 മിനിറ്റ് ആയി. നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി ഓപ്പൺ ചെയ്ത് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ബാറ്ററൊന്നും പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായിട്ടോ. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന പാത്രത്തിൻ്റെ ആ ഒരു കട്ടിക്കൊക്കെ അനുസരിച്ച് ചിലപ്പോൾ 5 മിനിറ്റ് കൂടുതൽ വേണ്ടി വന്നേക്കാം ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ ബാറ്റർ പറ്റി പിടിച്ചിട്ടുണ്ട്, ബേക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. എനിക്കിവിടെ 40 മിനിറ്റ് ആയപ്പോഴേക്കും കേക്കൊക്കെ റെഡിയായി വന്നു. ഇനി തണുത്തതിന് ശേഷം നമുക്ക് അത് കേക്ക് ട്രേയിൽ നിന്നും പുറത്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സ്പഞ്ചിയും നല്ല സോഫ്റ്റും ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഞാനിതിപ്പോൾ ചൂടോട് കൂടി തന്നെയാണ് മുറിച്ചത്. നന്നായിട്ട് ചൂടാറി നമ്മൾ പിറ്റേ ദിവസമാണ് എടുക്കുന്നതെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.